ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നേ ദിവസത്തിൻ്റെ എല്ലാ നല്ല അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുന്ന, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തിന് വില കൊടുത്ത് ജീവിക്കുന്ന നമ്മെല്ലാവരെയും കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ ആനന്ദത്തോടെ സന്തോഷത്തോടെ പാടി സ്തുതിക്കുന്ന ഈ സ്വർഗീയ സംഗീതം എന്ന അനുഗ്രഹീത ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ആനന്ദത്തിനും ഐശ്വര്യത്തിനും സന്തോഷത്തിനും കാരണമായിട്ട് മാറട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ഇങ്ങനെ കീർത്തനങ്ങളാലും സംഗീതങ്ങളാലും ഒക്കെ സ്തുതിക്കുക, കർത്താവിനെ പാടി പുകഴ്ത്തുക. ഈ ഒരു അനുഗ്രഹീത ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇതിൻ്റെ വലിയ ശക്തിയെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. നാം കാണുന്നു, അപ്പോസ്തലൻ പൗലോസ്ലീഹയും കൂടാതെ ശീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുക. അപ്പൊ അങ്ങനെ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ അവരെ പിടിച്ച അധികാരികള് കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നതിന് മുമ്പ് അവരെ മർദ്ദിക്കുകയും വടികൊണ്ടടിക്കുകയും ഒക്കെ ചെയ്തു. എന്ന് പറഞ്ഞ അവഹേളനമേറ്റു, ഭീഷണിയുണ്ട്, മർദ്ദനമുണ്ട്. മർദ്ദനം എന്ന് പറഞ്ഞാൽ ചുമ്മയുള്ള തോണ്ടലും മാന്തലും പിച്ചിലും ഒന്നുമല്ല, മറിച്ച് അതിക്രൂരമായിട്ടുള്ള അടിയാണ്. അപ്പൊ അങ്ങനെ അടിയേറ്റ് ഇവരുടെ പുറവും ഇവരുടെ ദേഹവും ഒക്കെ തിണർത്തിരിക്കുകയാണ്, വേദനയോടെ ആയിരിക്കുകയാണ്. അങ്ങനെ മർദ്ദനത്തിന് ശേഷം അവരെ കാരാഗ്രഹത്തിൽ അടച്ചേക്കുക. ചുരുക്കി പറഞ്ഞ നിലവിളിയുടെ സന്ദർഭമാണ്, കണ്ണുനീരിൻ്റെയും വിലാപത്തിൻ്റെയും പരാതി പറച്ചിലേക്ക് ഇടമായിട്ട് മാറേണ്ട സാഹചര്യമാണ്. പക്ഷേ നാം കാണുന്നു, രാത്രി ഏറെ വൈകിയും ഇത്രയും പീഡനങ്ങളും വേദനകളൊക്കെ ആയിട്ടിരിക്കുന്ന അപ്പോസ്തലന്മാർ ചെയ്യുന്ന എന്താണെന്നറിയോ? പൗലോസും ശീലാസും കീർത്തനങ്ങൾ പാടി എന്ന് പറഞ്ഞാൽ, അന്ന് അവരുടെ കയ്യിലുള്ള കീർത്തനം എന്ന് പറഞ്ഞാൽ സങ്കീർത്തനങ്ങളാണ്. ഈ സങ്കീർത്തനങ്ങൾ പാടി അവർ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഇനി ഈ ദുഃഖത്തിന്റെയും വേദനയുടെയും സമയത്ത് എങ്ങനെ കീർത്തനം പാടി കർത്താവിനെ സ്തുതിക്കാൻ പറ്റും? ഒരു ചോദ്യമാണ്. അങ്ങനെ കീർത്തനം പാടി അവർ ദൈവത്തെ സ്തുതിക്കാനായിട്ട് ആരംഭിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ ജീവിതത്തിൽ സ്വർഗം തുറക്കപ്പെടുവാണ്, ദൈവീക ഇടപെടൽ ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും പല രീതിയിലെ വേദനകളും ഭാരങ്ങളും അസ്വസ്ഥയൊക്കെ ഉള്ളവരായിരിക്കാം ഒരുപക്ഷെ നമ്മൾ. അങ്ങനെയാണെങ്കിലും ഇനി അല്ല എങ്കിലും നമ്മൾ കർത്താവിനെ പാടി സ്തുതിക്കുമ്പോൾ, കർത്താവിൽ ആനന്ദിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് സ്വർഗത്തിൻ്റെ ഇടപെടൽ കടന്നു വരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. ഇതാ ആ ഒരു സന്ദർഭം നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 25 മുതൽ വാക്യങ്ങൾ വചനം പറയാണ്. അർദ്ധരാത്രിയോടടുത്ത്, അർദ്ധരാത്രിയായി, പൗലോസും ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ഇനിയോ തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. നോക്കിക്കേ, അവർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോ പാടിയവരും പാട്ട് കേട്ടുകൊണ്ടിരുന്നവരും കൂടെയുള്ള തടവുകാര് അവർ ഈ രണ്ടുപേര് അടിയൊക്കെ കൊണ്ടിട്ട് വന്ന് കിടക്കുന്നവര് ഇവരിങ്ങനെ കർത്താവിനെ പാട്ടുപാടി സ്തുതിക്കുന്ന കണ്ടപ്പോൾ അവരും ഇത് കേട്ടോണ്ടിരിക്കുക. പാടിയവരും കേട്ടവരും സ്വർഗത്തിന്റെ അനുഭവത്താൽ സന്തോഷഭരിതരായി. അവരെ പൂട്ടിയിട്ടിരുന്ന തടവറയുടെ വാതിൽ തുറന്നു, അവരുടെ കരങ്ങളിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു വീണു. എന്ന് പറഞ്ഞ ബന്ധനം മാറി, ദൈവത്തിന്റെ ഇടപെടലുണ്ടാവുക. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മളിങ്ങനെ കർത്താവിനെ പാടി സ്തുതിക്കുമ്പോൾ, കർത്താവിൽ ആനന്ദിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, കീർത്തനോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഇതേ അനുഭവം നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാവും. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഒരു വിശ്വാസത്തോടെ, ഈ ഒരു പ്രത്യാശയോടെ നമുക്ക് ഈ ഗാനത്തോട് ചേരാം. ഇതേ ഗാനത്തിന്റെ വരിക തന്നെ പറയാ, സന്തോഷിക്കാനാ പറയണേ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കാനാ പറയണേ, സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കാനാ പറയണേ. നമുക്കൊന്ന് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. ആഹ്ലാദ ചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാം ഉന്നതനീശ്വരെ പാടി പുകഴ്ത്തിടുവിൻ. ആഹ്ലാദ ചിത്തരായി സങ്കീർത്തനങ്ങളാൽ
സന്തോഷിച്ച് ആഹ്ലാദം വരട്ടെ. എന്താണ് ആഹ്ലാദത്തിന് കാരണം? എന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ സ്തുതിക്കുമ്പോൾ മഹത്വപ്പെടുന്ന എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ഒരു വിശ്വാസം സന്തോഷ കാരണമാണല്ലോ. അങ്ങനെയെങ്കിൽ ഈ സന്തോഷത്തോടെ വിശ്വാസത്തോടെ ഞാൻ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന ദൈവം എനിക്കുന്നുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് പാടിക്കേ, ചേർന്ന് പാടി സ്തുതിച്ചേ, ആഹ്ലാദ ചിത്തരായി. ചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ ഞാൻ സ്തുതിക്കും. ശക്തി സങ്കേതമാം ഉന്നതനീശ്വരെ പാടിപ്പുകൾ. ആവേശത്തോടെ ആവർത്തിച്ചു പാടി. ചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവമേ, ശക്തി സങ്കേതമാം ഉന്നതനീശ്വരെ പാടിപ്പുകൾ തീടുവിൻ. എങ്ങനെ കർത്താവിനെ സ്തുതിക്കണം? ദൈവത്തിന്റെ വചനം പറയുവാണ്, സർവശക്തിയോടെ കർത്താവിനെ സ്തുതിക്കണം. കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കണം. പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കണം. നൃത്തം ചവിട്ടി കർത്താവിനെ സ്തുതിക്കണം. ഉപയോഗിക്കാവുന്ന സകലവിധ വാദ്യ താള മേള ഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കണം. എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? പൂർണ്ണതയിൽ കർത്താവിനെ സ്തുതിക്കുക. എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ടോ, എങ്ങനെയൊക്കെ കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ പരമാവധി പോസിബിലിറ്റിയിൽ പരമാവധി അല്ലെ, എത്രയും പറ്റുമോ അത്രയും ഉത്തമമായിട്ട് നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന്റെ വചന പറയുക, നോക്കിക്കേ, 150-ാം സങ്കീർത്തനം, കർത്താവിനെ സ്തുതിക്കുവിൻ, ദൈവത്തിന്റെ വിശുദ്ധമായ ദൈവത്തെ സ്തുതിക്കുവിൻ, പ്രതാപപൂർണമായ ആകാശവിധാനത്തെ ദൈവത്തെ സ്തുതിക്കുവിൻ. വീണ്ടും 3-ാമത്തെ വാക്യം, കാഹളനാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ, വീണയും കിന്നരവും മീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ, തപ്പുകൊട്ടിയും നൃത്തമാടി അവിടുത്തെ സ്തുതിക്കുവിൻ, തന്ത്രികളും കുഴലും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ, കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ, ഉച്ചത്തെ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ എന്ന് പറഞ്ഞ സർവശക്തിയോട് ദൈവത്തെ സ്തുതിക്കുക. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇപ്പൊ നീ എവിടെയായിരിക്കുവാണെങ്കിലും ഈ ശുശ്രൂഷയോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുന്ന ഈ വലിയ അനുഗ്രഹീത ശുശ്രൂഷയോട് ചേർന്ന് നീയും സ്തുതിക്ക്, നീയും പാട്, നിന്റെ ഹൃദയവും സ്തുതിക്കട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ, ദൈവം നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. തപ്പുകൾ കൊട്ടുവിൻ, കിന്നര വീണകൾ ഇമ്പമായി മീട്ടിടുവിൻ. ചേർന്ന് പാടിക്കേ, സ്വരമുയർത്തി പാടിക്കേ, കർത്താവിനെ സ്തുതിച്ചേ. ആവർത്തിച്ചു പാടിക്കേ സന്തോഷത്തോടെ. എല്ലാവരും ചേർന്ന് പാടുന്നു. ശക്തി സങ്കേതമാം ഉന്നതനീശ്വരെ. നമ്മുടെ സങ്കടം മാറട്ടെ, വേദന മാറട്ടെ, കർത്താവിന്റെ ഇടപെടലുണ്ടാകട്ടെ. ആഗ്രഹത്തോടെ ദൈവന്റെ ജീവിതത്തിൽ ഇടപെടണം. ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗീയ ആനന്ദം കടന്നു വരും. ഈ ഒരു വിശ്വാസത്തോടെ ചേർന്ന് പാടിക്കേ, ആഹ്ലാദ ചിത്തരായി. ചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാം ഉന്നതനീശ്വരെ പാടിപ്പുകഴ്ത്തിടുവിൻ. ആഹ്ലാദ ചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ.
പ്രിയപ്പെട്ടവരെ, ഇതാ ലൂക്കാസ് വിശേഷം 1-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ ഈശോയുടെ അമ്മയാകാൻ, ദൈവത്തിന്റെ അമ്മയാകാൻ വിളിക്കപ്പെട്ട പരിശുദ്ധ കന്യകാമറിയം തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ വെളിപ്പെടുത്തുന്ന മറിയത്തിന്റെ സ്തോത്രഗീതം നാം കാണുക. അവിടെ 46 മുതൽ വാക്യങ്ങളിൽ മറിയം ഇപ്രകാരമാണ് ആരംഭിക്കുക. മറിയം പറയുവാണ്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇത് മറിയം ആ സമയത്ത് മഹത്വപ്പെടുന്ന കാര്യം മാത്രമല്ല, മറിച്ച് മറിയത്തിന്റെ ശീലമാണത്. അവൾ എന്തുകൊണ്ട് ദൈവത്തിന്റെ അമ്മയാകാൻ വിളിക്കപ്പെട്ടു, അതിന് കാരണം കൂടിയേ പറയുക. എന്നും മറിയത്തിന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ആത്മാവാണ്. ഇനി വീണ്ടും മറിയം പറയാണ്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. കർത്താവിനെ സ്തുതിക്കുന്ന, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന, കർത്താവിൽ ആനന്ദിക്കുന്ന മനോഭാവത്തെ കുറിച്ച് അമ്മ പറയുവാണ്, ഞാൻ ഒന്നുമല്ലാത്തവള, എല്ലാം എൻ്റെ ദൈവത്തിന് ദാനമാണെന്ന മനോഭാവത്തിൽ കർത്താവിനെ സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന ആ വ്യക്തിയെ കർത്താവ് ഭാഗ്യവതിയായിട്ട് ഉയർത്തി. ഇന്ന് നമ്മളും ഞാനൊന്നുമല്ല, എല്ലാം ദൈവത്തിന്റെ ദാനമാണ്, എല്ലാം ദൈവത്തിന്റെ ദാനമാണെങ്കിൽ എന്നും ഞാൻ ദൈവത്തെ സ്തുതിക്കും, എന്നും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഈ ഒരു മനോഭാവത്തിൽ ജീവിച്ചേ. അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെയും ദൈവം മഹത്വപ്പെടുത്തും. നമ്മൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളായിട്ട് മാറും. വീണ്ടും ദൈവത്തിന്റെ വചനം, പരിശുദ്ധ അമ്മ പറയാണ്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണെങ്കിൽ, ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നവരും മഹത്വപ്പെടുന്നവരായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുക, മറിയത്തെ ഉദാഹരിച്ചിട്ട് പറയുവാണ്, ശക്തനായവൻ നാം ആരെ പാടി സ്തുതിക്കുന്നോ, ആരെ വിളിച്ചപേക്ഷിക്കുന്നോ, അവൻ നമ്മുടെ ജീവിതത്തിൽ ശക്തമായ കാര്യങ്ങൾ, അത്ഭുതകരമായ കാര്യങ്ങൾ പ്രവർത്തിക്കും. അപ്പോഴാണ് ദൈവത്തിന്റെ വചനം പറയാണ്, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറത്തോറും കരുണ വർഷിക്കും. നമ്മൾ അവിടുത്തെ സ്തുതിക്കുന്നവരാണ്, നമ്മൾ അവിടുത്തെ മഹത്വപ്പെടുന്നവരാണെങ്കിൽ വചനം പറയാണ്, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കരുണ വർഷിക്കും. ഇനി വീണ്ടും വചനം മുന്നോട്ട് പോകുമ്പോൾ വചനം പറയുവാണ്, ശക്തന്മാരെ സിംഹാസനം മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. നമുക്ക് ദൈവത്തിന് മുമ്പ് എളിയവരായിട്ട് നിൽക്കാം, എളിയവരായിട്ട് നിന്ന് കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. അപ്പോൾ നമ്മെ കർത്താവ് ഉയർത്തുന്ന അനുഭവം ഉണ്ടാവും. അങ്ങനെയെങ്കിൽ இந்த ഗാനത്തിന്റെ വരിക നമ്മോട് പറയാണ്, ദൈവത്തെ വാഴ്ത്തുക എന്നുള്ളത്, ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത്, ശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് ഇസ്രായേലിന്, തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് ഒരു ശീലമാണ്, ഒരു കൽപ്പനയാണ്. നമ്മളെല്ലാവരും ദൈവത്തെ എന്നും പാടി സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും കടപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ്. ഈ ഒരു ബോധ്യത്തോടെ ചേർന്ന് പാടി കർത്താവിനെ സ്തുതിച്ചേ. നാഥനെ വാഴ്ത്തുക, ഇസ്രായേലിനൊരു ചട്ടമാണോർത്തിടുവിൻ. സ്തുതികളിൽ വാണിടും സർവശക്തനെ സദാ സ്തോത്രങ്ങളാൽ പുകഴ്ത്തുവിൻ. സ്തുതികളിൽ വാണിടും സർവശക്തനെ സദാ സ്തോത്രങ്ങളാൽ പുകഴ്ത്തുവിൻ. നാഥനെ വാഴ്ത്തുക, ഇസ്രായേലിനൊരു ചട്ടമാണോർത്തിടുവിൻ. സ്തുതികളിൽ വാണിടും സർവശക്തനെ സദാ സ്തോത്രങ്ങളാൽ പുകഴ്ത്തുവിൻ. എല്ലാവരും ചേർന്ന് പാടി. ആഹ്ലാദചിത്തരാ സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സംഗീതമാം ഉന്നതനീശ്വരെ പാടി പുകഴ്ത്തിടുവിൻ. ആവർത്തിച്ച് പാടുകയും എല്ലാവരും ചേർന്ന് പാടുകയും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സംഗീതമാം ഉന്നതനീശ്വരെ പാടി പുകഴ്ത്തിടുവിൻ. സങ്കീർത്തന പുസ്തകം 30-ാം അധ്യായം അതിന്റെ 1 മുതൽ വാക്യങ്ങൾ. ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ആദ്യം മുതലുള്ള ഭാഗമാണ്, കർത്താവേ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു, എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കിയില്ല.
ദൈവത്തെ പാടി സ്തുതിക്കുകയും ദൈവത്തിന് കഷ്ടകാലത്ത് നന്ദി പറയുകയും ചെയ്യുന്ന ദൈവ ജനത്തെക്കുറിച്ച്, ദൈവത്തിന്റെ ഭക്തനെ കുറിച്ച്, ഭക്തയെക്കുറിച്ച് പറയാണ്, ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും, എൻ്റെ ദൈവം എന്നെ കഷ്ടതയിൽ നിന്ന് രക്ഷിക്കും. മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ കഷ്ടത എന്നെ രക്ഷിച്ചവനാ എൻ്റെ ദൈവം. എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം വരയ്ക്കാൻ അവിടുന്ന് ഇടയാക്കുകയില്ല. നീ വീണ്ടും വചനം പറയാണ്, എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. നോർത്ത് നോക്കിയേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കരഞ്ഞപ്പോൾ നമ്മുടെ കണ്ണുനീരൊപ്പിയ ധാരാളം അനുഭവമില്ലേ? നമ്മൾ പലപ്പോഴും ആകുലപ്പെട്ടപ്പോൾ നമുക്ക് വഴി തുറന്നു തന്ന ധാരാളം അനുഭവമില്ലേ? അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ കാലത്തെ ദൈവാനുഭവം, ദൈവം രക്ഷിച്ച അനുഗ്രഹിച്ച അനുഭവമൊക്കെ ഇന്നിൻ്റെ നമ്മുടെ ദൈവ ആരാധനയുടെ ഭാഗമായിട്ട് മാറണം. ഓർക്കണത് നമ്മുടെ എല്ലാവരും ജീവിതത്തിലുണ്ട്. നമ്മൾ ഓർത്താൽ മതി, ആലോചിച്ചാൽ മതി. നമ്മൾ കരഞ്ഞപ്പോൾ കണ്ണുനീരൊപ്പിയ, നമ്മൾ സങ്കടപ്പെട്ടപ്പോൾ നമുക്ക് കൂട്ടുവന്ന ദൈവത്തിൻ്റെ അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പലപ്പോഴും നമ്മുടെ പ്രശ്നം നമ്മളതെല്ലാം അത് കഴിയുമ്പോൾ മറന്നു കളയുന്നുള്ളതാണ്. ഓർക്കണത്, ഓർത്തോർത്ത് കർത്താവിന് വീണ്ടും വീണ്ടും സ്തുതിക്കണം. എന്നിട്ടോ ദൈവത്തിന്റെ വചനം പറയാ, കർത്താവേ, അവിടുന്ന് എന്നെ പാതാളത്തിന് കരകയറ്റി മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് നയിച്ചു. കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ഈ സങ്കീർത്തനം രചിക്കുന്ന ദാവീദ് രാജാവ് പറയുവാണ്, കർത്താവ് തന്നെ സ്തുതിക്കുന്നവരെ, തന്നെ മഹത്വപ്പെടുന്നവരെ അവരെല്ലാവരും രക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മെ രക്ഷിച്ച അനുഭവങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് നമ്മളെല്ലാവരും കർത്താവിനെ സ്തുതിക്കണം, കർത്താവിനെ മഹത്വപ്പെടുത്തണം. അങ്ങനെയെങ്കിൽ ഈ ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. വചനം പറയുവാണ്, ഗാനത്തിന്റെ വരിക പറയുവാണ്, കഷ്ടകാലത്തവൻ മോചനം നൽകി, ഭാരവും നീക്കി ദയയാൽ. കർത്താവിനെ പാടി സ്തുതിച്ച് നമ്മുടെ കഷ്ടകാലങ്ങളിൽ, നമ്മുടെ കണ്ണുനീരിന്റെ അനുഭവങ്ങളിൽ ഭാരെടുത്തു മാറ്റി നമ്മെ ആശ്വസിപ്പിച്ച ദൈവത്തെ ഓർത്ത് ചേർന്ന് പാടിക്കേ. കഷ്ടകാലത്തവൻ മോചനം നൽകിയ ആരവം നീക്കിതയാ. കഷ്ടകാലത്തവൻ മോചനം നൽകിയ ആരവം നീക്കിതയാ. താളമേളങ്ങളാൽ പാട്ടുപാടിയുന്നത നാമം സദാപി വാഴ്ത്തുവിൻ. പാടിക്കേ. എല്ലാവരും ചേർന്ന്. കഷ്ടകാലത്തവൻ മോചനം നൽകിയ ആരവം നീക്കിതയാ. എന്റെ ദൈവമേ, താളമേളങ്ങളാൽ പാട്ടുപാടിയുന്നത നാമം സദാപി വാഴ്ത്തുവിൻ. ആഹ്ലാദ ചിത്തരാൽ സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാം ഉന്നതനീശ്വരെ പാടിപ്പുകഴ്ത്തിടുവിൻ. ആവർത്തിച്ച് പാടിക്കേ, സന്തോഷത്തോടെ പാടിക്കേ. ചിത്തരാൽ സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാം ഉന്നതനീശ്വരെ പാടിപ്പുകഴ്ത്തിടുവിൻ. എന്റെ കർത്താവ് ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്റെ കൂടെ വരികയും എന്റെ ജീവിതത്തിൽ ഇടപെടുകയും എന്റെ ജീവിതത്തെ സന്തോഷത്താൽ ദൈവാനുഗ്രഹത്തെ നിറയ്ക്കുകയും ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട്, ഒപ്പം കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചെങ്കിൽ ആ കർത്താവിനെ പാടി സ്തുതിക്കുക, കർത്താവിൽ ആനന്ദിക്കുക, അതെന്റെ കർത്തവ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെന്ന് പാടിക്കേ. ആദ്യം മുതലേ നാം ഈ ധ്യാനിച്ച് പാടിയ ഗാനത്തിന്റെ വരിയെല്ലാം നാം സന്തോഷത്തോടെ പാടുവാണ്. ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന, പാടുന്ന എല്ലാവരും വാ തുറക്കണം, ഹൃദയം തുറന്ന് പാടണം, കർത്താവിനെ സ്തുതിക്കണം. ദൈവത്തെ സ്തുതിക്കുന്ന സമയമാ, ദൈവത്തിൽ ആനന്ദിക്കുന്ന സമയമാ, ദൈവത്തെ മഹത്വപ്പെടുന്ന സമയമാ. എല്ലാവരും ചേർന്ന് പാടിക്കേ, സന്തോഷത്തോടെ പാടിക്കേ, ആവേശത്തോടെ പാടിക്കേ. ഇന്നൊരു പക്ഷെ കണ്ണുനീരാണ് ജീവിതത്തെങ്കിൽ ആ കണ്ണുനീരിലും ദൈവമഹത്വം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് പാടി. ചിത്തരാൽ സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. വേശത്തോടെ ശക്തി സങ്കേതമാം ഉന്നതനീശ്വരെ പാടിപ്പുകഴ്ത്തിടുവിൻ. ആവർത്തിച്ച് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കും. ചിത്തരാൽ സങ്കീർത്തനങ്ങളാൽ
ഈശോയെ ശക്തി സങ്കേതമാം ഉന്നതനീശ്വരെ പാടിപ്പുകഴ്ത്തിടുവിൻ. തപ്പുകൊട്ടി കിന്നരം മീട്ടി എന്നെ കൊണ്ട് സാധിക്കാവുന്ന വിധത്തിലൊക്കെ കിന്നര വീണകൾ ഇമ്പമായി മീട്ടിടുവിൻ. സർവശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് തപ്പുകൾ കൊട്ടുവിൻ. കിന്നര വീണകൾ ഇമ്പമായി മീട്ടിടുവിൻ. ഈശോയെ ആർത്തുഘോഷിക്കുവിൻ. കാഹളം മുഴക്കുവിൻ. ആമോദമോടെ വാഴ്ത്തുവിൻ. പാടിക്കേ ആർത്തുഘോഷിച്ചേ ആർത്തുഘോഷിക്കുവിൻ. കാഹളം മുഴക്കുവിൻ. ആമോദമോടെ വാഴ്ത്തുവിൻ. ആഹ്ലാദചിത്തരായി ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. സന്തോഷത്തോടെ പാടി ശക്തി സങ്കേതമാം ഉന്നതനീശ്വരെ നാഥനെ വാഴ്ത്തുക നാഥനെ വാഴ്ത്തുക. ഇസ്രായേൽ എന്നൊരു ചട്ടമാണോ തീടുവിൻ. ഈശോയെ നാഥനെ വാഴ്ത്തുക. ഇസ്രായേൽ എന്നൊരു ചട്ടമാണോ തീടുവിൻ. സ്തുതികളിൽ വാടിടും സർവശക്തനെ സദാ സ്തോത്രങ്ങളാൽ പുകഴ്ത്തുവിൻ. പാടിപ്പുകഴ്ത്തുകേ സ്തുതികളിൽ വാടിടും സർവശക്തനെ സദാ സ്തോത്രങ്ങളാൽ എല്ലാവരും പുകഴ്ത്തുവിൻ. ചേർന്ന് ആഹ്ലാദചിത്തരായി ആഹ്ലാദചിത്തരാൽ സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ഈശോയെ ശക്തി സങ്കേതമാം ഉന്നതനീശ്വരെ പാടിപ്പുകഴ്ത്തിടുവിൻ. കഷ്ടകാലത്ത് അവൻ രക്ഷയായി വരുന്നവനാ കഷ്ടകാലത്തവൻ മോചനം നൽകിയ ആരവം നീക്കിതയാ. ഈശോയെ കഷ്ടകാലത്തവൻ മോചനം നൽകിയ ആരവം നല്ലവനായ നീക്കിതയാ. എന്റെ ദൈവം താളമേളങ്ങളാൽ പാട്ടുപാടിയുന്നത നാമം സദാപി വാഴ്ത്തുവിൻ. പാടിക്കേ താളമേളങ്ങളാൽ പാട്ടുപാടിയുന്നത നാമം സദാപി വാഴ്ത്തുവിൻ. ആഹ്ലാദചിത്തരായി ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാം ഉന്നതനീശ്വരെ ഈശോയെ പാടി സ്തുതിച്ച് ആഹ്ലാദചിത്തരായി ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. സന്തോഷം നിറയട്ടെ ശക്തി സങ്കേതമാം ഉന്നതനീശ്വരെ ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുണ്ടാകട്ടെ പാടിക്കേ ചിത്തരാ സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. സ്വയം ശക്തി സങ്കേതമാം ഉന്നതനീശ്വരെ സ്വയം പാടിപ്പുകഴ്ത്തിടുവിൻ. ഈശോയെ അവിടുത്തെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന മഹത്വപ്പെടുത്തുന്ന അവിടുത്തെ നാമത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങൾ എല്ലാവരിലും ദൈവകൃപ നിറയട്ടെ. വിശ്വസിക്കാം, നാം വിളിച്ചപേക്ഷിക്കുന്ന ജീവനുള്ള ദൈവത്തെയാണെങ്കിൽ, നാം സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന സർവശക്തനായ ദൈവത്തെയാണെങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. ഈശോ നമ്മെല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.